ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രോഷ്യ ബട്ടണാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് റിങ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. മാജിക് റിങ് ചെയ്തിട്ട് അതിൽ ഒരു ചെയിൻ എടുക്കുക. കഴിഞ്ഞിട്ട് സിംഗിൾ ക്രോഷ്യ, ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അതിൻ്റെ 6 സിംഗിൾ ക്രോഷ്യ നമ്മൾ ആ മാജിക് റിങ്ങിനകത്ത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റിൽ ചെയ്ത സിംഗിൾ ക്രോഷ്യായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയിൻ 1 ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യണം. ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യണം. ഇപ്പോൾ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ വരും. നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റിൽ ചെയ്ത സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ആയിട്ട് നമ്മളത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് നമ്മൾ ബാക്ക് ലൂപ്പിൽ മാത്രം നീഡിൽ വെച്ചിട്ട് തുന്നി ചേർക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ നൂല് പുൾ ചെയ്തിട്ട് അത് കട്ട് ചെയ്യുക. എൻഡ് കുറച്ച് ലോങ്ങിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക. നമുക്ക് ബാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ലൂപ്പ് മാത്രം തുന്നി ചേർത്തെടുക്കാം. ഈ ഒരു ബട്ടൺ നമുക്ക് ഫ്രോക്കിനും ഡ്രസ്സിനും എല്ലാം, മക്കളെ ഫ്രോക്കിനും അല്ലെങ്കിൽ നമുക്ക് കുഷൻ കവറിൻ്റെ ബട്ടൺസ് ആയിട്ടും എല്ലാം വെക്കാൻ പറ്റും. ഈ ഒരു ബട്ടൺസ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിന് പോലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ടൈപ്പുള്ള ഒരു ബട്ടണാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഇനി നമ്മൾ തുന്നി ചേർത്ത എൻഡ് വലിച്ചിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെ നമ്മൾ എൻഡ് വലിച്ചിട്ട് ടൈറ്റ് ചെയ്യും. കുറച്ചുകൂടി ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 എൻഡ് വെച്ച് ടൈ ചെയ്യുകയും ചെയ്യാം. ബാക്ക് സൈഡിൽ 2 എൻഡും ടൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ഫ്രോക്കിലേക്ക് നമുക്ക് ഈ നീഡിൽ തന്നെ വെച്ചിട്ട് തുന്നി ചേർക്കാനും പറ്റും. എവിടെയാണോ നമുക്ക് ബട്ടൺസ് വേണ്ടത്